എൻ്റെ പേര് വർണ്ണ. ഞാൻ പാലക്കാട് മണ്ണാർക്കാട് നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മ, പേര് ജിഷ. ഞാൻ എങ്ങനെയാണ് ഈ ഉടമ്പടിയിലോട്ട് വന്നതെന്ന് വെച്ചാൽ, എൻ്റെ അമ്മയാണ് ഇവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ചെറുപ്പം മുതലേ ജീസസിൽ നല്ല വിശ്വാസമുള്ള ഒരാളാണ്. പക്ഷേ എന്നിരുന്നാലും അമ്മ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ പറയായിരുന്നു, ഉടമ്പടിയൊക്കെ നല്ലതാണ്, പക്ഷേ നമ്മൾ ഈ പത്രം ഒക്കെ ഇങ്ങനെ വിതരണം ചെയ്യുന്നത് എന്തിനാണ്? അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അല്ലാതെ തന്നെ നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം നമുക്കെല്ലാം തരില്ലേ? ആ ഒരു ലെവലിലായിരുന്നു ഞാനും എൻ്റെ ചേച്ചിയും അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പക്ഷേ എന്നിരുന്നാലും അമ്മ ഈ കാരുണ്യപ്രവൃത്തി അമ്മ ഉടമ്പടി എടുക്കുന്ന സമയത്ത് കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പത്രവിതരണം ചെയ്യുമ്പോഴൊക്കെ എന്നെയും കൂടെ വിളിക്കാറുണ്ട്, നീയും വാ, നല്ല അനുഗ്രഹം കിട്ടുന്നതാണ് പറഞ്ഞിട്ട് എനിക്കും തരാറുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ പത്രം കൊടുക്കാറുണ്ട്. പക്ഷേ അത് കൊടുക്കുമ്പോഴൊക്കെ എനിക്കൊരു പോസിറ്റീവ് എനർജിയും കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ മെല്ലെ മെല്ലെ എനിക്ക് ഇതിനോടും ഒരു വിശ്വാസം വരാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എനിക്കൊരു സപ്ലി ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഒരു വട്ടം എഴുതിയ, ഞാൻ 2023 ബാച്ചായിരുന്നു. അപ്പോൾ എനിക്കത് ആ ഒരു സബ്ജക്റ്റിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ ഉടമ്പടി എടുത്ത സമയത്ത് പിന്നെ 2024 ഞാനത് എഴുതിയ സമയത്ത് എനിക്ക് വീണ്ടും റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 9 മാർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് പാസ്സാവണമെങ്കിൽ ഒരു 35 മാർക്കെങ്കിലും വേണം. 35 മാർക്കാണ് പാസ് മാർക്ക്. അപ്പോൾ ഞാൻ റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാലും കിട്ടില്ല. എൻ്റെ കൂടെ ഉള്ളവരും പറഞ്ഞു കൊടുത്തിട്ട് ഒരു കാര്യമല്ല, കാരണം കിട്ടില്ല. ആ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഇല്ല നീ റീവാലുവേഷന് കൊടുക്ക്, മാതാവ് ശരിയാക്കി തരും പറഞ്ഞിട്ട് അമ്മ ലൈറ്റ് ആൻഡ് കാൻഡിൽ പ്രയർ ഇട്ടിട്ട് അതിൽ എൻ്റെ മോൾക്ക് 9 മാർക്കിൽ നിന്ന് 35 മാർക്ക് കൊടുത്ത് അനുഗ്രഹിക്കണേ മാതാവേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ലൈറ്റ് ആൻഡ് കാൻഡിൽ പ്രയർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കൂടെ അമ്മ യൂണിവേഴ്സിറ്റിയിലോട്ട് വന്നിട്ട് അവിടെ ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ച് അമ്മ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് അമ്മ തന്നെയാണ് ഫോം ഫിൽ ചെയ്തത്. എന്നിട്ട് അതിനുശേഷം റീവാലുവേഷൻ്റെ റിസൾട്ട് വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഒരു സ്വപ്നദർശനം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വന്നത് ഞാൻ പാസ്സായി എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് പറയുന്നൊരു സ്വപ്നമാണ് ഞാൻ കണ്ടത്. അങ്ങനെ ആ റിസൾട്ട് വന്ന ദിവസം ശരിക്കും എനിക്ക് കറക്റ്റ് 35 മാർക്ക് കിട്ടിയിട്ട് എൻ്റെ മാതാവ് അനുഗ്രഹിച്ച് തന്നു. എനിക്ക് അപ്പം മുതലാണ് എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു മിറാക്കിൾ നടന്നത്. കാരണം നമ്മൾ ഏതൊരു യൂണിവേഴ്സിറ്റിയിലാണെന്നുണ്ടെങ്കിലും റീവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം 5 മാർക്കോ അല്ലെങ്കിൽ ഒരു 7 മാർക്കൊക്കെ നമുക്ക് കൂട്ടി തരുള്ളൂ. പക്ഷേ എനിക്ക് 9 മാർക്കിൽ നിന്ന് എനിക്ക് 35 മാർക്കാണ് മാതാവ് തന്നിരിക്കുന്നത്. അതിന് മാതാവിനോടും ഒരുപാട് നന്ദിയുണ്ട് എനിക്ക്. അപ്പോൾ മുതലാണ് ഞാൻ ഇതിൽ പൂർണ്ണമായും വിശ്വസിക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ അതിനുശേഷം എനിക്ക് UK പോകേണ്ട ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുപ്പം മുതൽ. അപ്പോൾ അതിനും എനിക്ക് ഡിഗ്രിയുടെ ഇതെല്ലാം മാതാവ് ശരിയാക്കി തന്നു. അതിനുശേഷം ഞാൻ ഡിസംബർ 12 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2024. ആ സമയത്ത് എനിക്ക് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. UK ഞാൻ അപ്ലൈ ചെയ്തു. അതിനുശേഷം ഇൻ്റർവ്യൂ എനിക്ക് IELTS ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം +2 എനിക്ക് 75 അബവ് ഇംഗ്ലീഷിൽ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തത്. പക്ഷേ ഇൻ്റർവ്യൂ സമയത്ത് എനിക്ക് ഫസ്റ്റ് ടൈമിൽ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയില്ല. രണ്ടാമത്തെ സമയത്ത് ഞാൻ എൻ്റെ കാശിരൂപം കഴുത്തിലിട്ടു. അതുപോലെ തന്നെ അന്നത്തെ ദിവസം ഞാൻ ഫുൾ ജപമാല ചൊല്ലി. അതുപോലെ തന്നെ വിശ്വാസ പ്രമാണം മാത്രമാണ് ചൊല്ലിയത്. ഉപവാസം എടുത്തു. എൻ്റെ അമ്മയും ഉപവാസമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇൻ്റർവ്യൂ പാസ്സായി. അതിനുശേഷം എനിക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ തന്നെയാണ് ഫസ്റ്റ് വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത സ്റ്റെപ്പുണ്ട്, അതായത് ലോൺ പ്രൊസീജിയർ. അതിനും എനിക്ക് ഇതിനു മുന്നേ എനിക്ക് കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു എഡ്യൂക്കേഷൻ ലോൺ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ഇനി ഈ ഒരു മാസ്റ്റേഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയുള്ള നെക്സ്റ്റ് ഇത് കിട്ടാൻ വേണ്ടി കുറച്ച് പാടായിരുന്നു. കാരണം എല്ലാ ബാങ്കെന്നും പറഞ്ഞു എനിക്ക് ലോൺ കിട്ടില്ല, എനിക്ക് സിബിൽ സ്കോർ കുറവാണ്, കാരണം മുന്നേ ഒരു ലോണുണ്ട്. അപ്പോൾ അതും ഞാൻ ഇനിയും മാതാവേ ഞാൻ ഇത്ര ആഗ്രഹിച്ചതല്ലേ, എനിക്കതും കിട്ടില്ലേ, ഇനി ഇത് ഡ്രോപ്പ് ആക്കേണ്ടി വരുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾ അന്നും ലൈറ്റ് ആൻഡ് കാൻഡിൽ പ്രയർ ഇട്ടു. അങ്ങനെ ഒരു ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു നിങ്ങൾക്ക് ലോൺ പാസ്സാവുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ലോൺ പാസ്സാക്കി തന്നു. പക്ഷേ അതിലും ഞങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ലൈറ്റ് ആൻഡ് കാൻഡിൽ പ്രയർ ഇട്ടിട്ടു. അതുപോലെ തന്നെ ഞങ്ങൾ ഈ ഡയറക്റ്റ് ബാങ്കിലോട്ട് പോയിട്ട് അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഉപ്പും തൈലവും ഒക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് എല്ലാം റെഡിയാക്കി തന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ
ആ റെൻ്റൽ അഗ്രിമെൻറ്റിൻ്റെ ഒരു ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആവശ്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു, അത് ശരിയാവുന്നേ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ലാസ്റ്റ് ടൈമിൽ ഞാനിവിടെ വന്ന് പത്രം വാങ്ങി പുതുക്കുന്ന സമയത്ത് ഞാൻ ഒരു വട്ടം പുതുക്കിയിട്ടിപ്പോൾ 1 മാസമായിട്ടുള്ളൂ. അപ്പോൾ ആ പത്രം വാങ്ങി ഞാൻ എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞ് കറക്റ്റ് ആ കൊടുത്ത് കഴിഞ്ഞ ലാസ്റ്റ് ടൈമിലാണ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നത് റെൻ്റൽ അഗ്രിമെൻറ്റ് ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനെല്ലാം എനിക്ക് മാതാവിനോട് 1000 നന്ദി പറയാനുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകൾ അതിൻ്റെ ഇടയിൽ തന്നെയാണ് ഞങ്ങൾക്കെല്ലാം മാതാവ് ശരിയാക്കി തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കാരുണ്യപ്രവൃത്തി അമ്മ ഫുഡ് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ട് ഞങ്ങൾ റോഡരികിൽ ഇരിക്കുന്നവർക്കൊക്കെ ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഓൾഡ് ഏജ് ഹോം, അനാഥാലയം, പിന്നെ വസ്ത്രങ്ങളില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കാറുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ ഫുഡ് സ്പോൺസർ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരം കറക്റ്റായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ ആദ്യമൊന്നും നേരെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അമ്മ എല്ലാം കറക്റ്റായിട്ട് എല്ലാ ഉടമ്പടി ധ്യാനവും അതുപോലെ തന്നെ എല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാം മാതാവ് റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ശനിയാഴ്ച, അതായത് മെയ് 10-നാണ് UK പോകുന്നത്. പക്ഷെ അതിലിരുന്നാലും എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ 8-ാം തീയതിയാണ്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ 8-ാം തീയതി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുക, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നീ അന്ന് അവിടെ എത്തിക്കഴിഞ്ഞാൽ അതെനിക്ക് മാതാവ് തരുന്നൊരു ഗിഫ്റ്റായിട്ട് ഞാൻ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 8-ാം തീയതി ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടിയില്ല, എനിക്ക് 10-നാണ് കിട്ടിയത്. അപ്പം ഞാൻ എന്താ മാതാവേ, എൻ്റെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു, അതും എനിക്ക് കിട്ടിയില്ലല്ലോ, അങ്ങനെയുള്ളൊരു ഞാൻ അങ്ങനെ തിങ്ക് ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ കലണ്ടർ വെറുതെ എടുത്ത് നോക്കിയപ്പോഴാണ് നമ്മൾ 10-ാം തീയതി എന്നുള്ളത് ശനിയാഴ്ചയാണ്, മാതാവിൻ്റെ ദിവസമാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി, അമ്മയ്ക്കും നല്ല സന്തോഷമായി. നീ മാതാവിൻ്റെ ദിവസം തന്നെ നിന്നെ മാതാവ് പറഞ്ഞയക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങൾ വലിയൊരു മിറാക്കിളായിട്ടാണ് കാണുന്നത്. കാരണം മാതാവിൻ്റെയും ഈശോയുടെയും ബ്ലെസ്സിങ്സ് എനിക്ക് 100% ഉണ്ട് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞങ്ങളുടെ ഫാമിലിക്കും ജീസസും മാതാവും നല്ല അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി. 1 ദിനവൃത്താന്തം 5:20. ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു.